ഗൈസ് അപ്പോൾ ഇത് ഗവി വീഡിയോ പാർട്ട് 2 ആണ്. രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ഇതേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. പാല് കയറേണ്ട ആവശ്യമേ വന്നിട്ടില്ല നമുക്ക്. അപ്പം നമുക്കിനിയിപ്പം കുളിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് പോകണം. അങ്ങനെ നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല, അത് ചുമ്മാ പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമ്മൾ പാൻറ്റും ഷൂവും എല്ലാം വേണമെന്ന് നിർബന്ധം പറഞ്ഞു. കാരണം ഇല്ല കുട്ടയൊക്കെ കയറുമെന്ന് പറഞ്ഞേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡിയായി ഹുഡിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ട്രക്കിങ്ങിന് വേണം. അപ്പോൾ അതെ ഞാൻ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് പോകും. നമുക്ക് കഴിക്കാനല്ല വെള്ളം. ഓക്കെ, നമ്മൾ ട്രക്കിങ് ചെയ്യുമ്പോൾ മടുക്കൂല. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു ഫെൻസിങ് ഒക്കെ കിട്ടിയൊരു ചെറിയൊരു ഗ്രൗണ്ടല്ല, ഒരു കാടിനകത്താണ് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇട്ടത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാനൊക്കെ വൈകിട്ട് വന്ന് ചിലപ്പോൾ ചവിട്ടി പൊളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇതിനകത്ത് കയറ്റിയിട്ടേക്കാനാണ് പറഞ്ഞത്. അവർ രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ ഇത് ഓഫ് ചെയ്യും. അപ്പോൾ അങ്കിൾ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയൊക്കെ കയറിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗവി ഡാം. ഗവിയിലോട്ട് വരുമ്പോഴത്തേക്ക് കുട്ടിക്കാനം വഴി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഡാമും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ നല്ല നൈസ് ക്ലൈമറ്റ് ആണ് കേട്ടോ. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 6:45 7 മണി ആയിട്ടുണ്ട്. അപ്പോഴും നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രക്കിങ്ങിനുണ്ടാവുള്ള ഓഫീസറും കാര്യങ്ങളൊക്കെ വരും. അപ്പം പുള്ളിയായിട്ട് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് ചായയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു 3 ഷുഗർ കട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇട്ടു. കാപ്പി കുടിക്കാൻ നിന്നു. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വന്നിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടോ, ഇതാണ് വെൽക്കം ടു ഗവി. ഇതിനകത്താണ് അവരുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗൈസ് ഒന്നും പറയാനില്ല, റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കാപ്പിയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാലേ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ 2 ബ്രൗൺ കളറ്. അത് നമുക്ക് ഈ അട്ടയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാനായിട്ട് അവർ നമ്മുടെ പാൻ്റെ മേളിൽ കൂടി ഇടാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന മ്യൂസിയം. ഇങ്ങനെ ഇത് നമ്മുടെ ഒരു ആനയുടെ ഇതാണ്. ഓക്കെ, സ്കെലട്ടൺ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറ്റേ മ്ലാവ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കൊമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ വന്ന ഗൈഡ് എല്ലാ കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തരാം കേട്ടോ. പുള്ളിയുടെ നല്ല മനുഷ്യനാണ്. പുള്ളി നമുക്ക് എല്ലാ കാര്യങ്ങളും സാധാ ഇതുപോലെയല്ല, പുള്ളി നമുക്ക് എന്തൊക്കെ പറഞ്ഞു തരുന്നു അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നു. പിന്നെ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. പുള്ളിയുടെ ഒരു എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് പുള്ളി ഇപ്പോൾ ജസ്റ്റ് നമ്മളിപ്പം ഒരു ഇതിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എല്ലാം പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞു തരും. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയോട് പറയുക, അല്ലെങ്കിൽ പുള്ളി പറഞ്ഞു തരുന്നത്. നമുക്ക് പിന്നെ എല്ലാം അറിയാനുള്ള ഒരു ഇതിൽ നമ്മളെല്ലാം ചോദിക്കും, പുള്ളി എല്ലാം പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവലർ ഉണ്ട്. അപ്പോൾ ചുമ്മാ പുറത്തോട്ട് നോക്കിയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം എൻട്രിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു കാട്ടിലോട്ടും കാര്യങ്ങളിലോട്ട് കയറുവാണ്. പുള്ളി നമുക്കുള്ള വേണ്ട ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒഫീഷ്യൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. ചെറുതായിട്ട് നടന്നും കാര്യങ്ങളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്കിള് പറഞ്ഞ് കയറിയതല്ല, അങ്ങനെ കണ്ട് ഓടാൻ റെഡിയാക്കിക്കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെറിയൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ചെറുതായിട്ട് ഒരു ഓപ്പൺ സ്പേസിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ശരിക്കും ഫോറസ്റ്റിലോട്ട് നമ്മൾ നടന്ന് കയറാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇതുവരെ ജസ്റ്റ് ഒരു ട്രക്കിംഗ് പാത്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നിങ്ങൾ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പം അത്യാവശ്യം വെള്ളമടിക്കാർക്കൊക്കെ പറ്റിയ സ്പോട്ടാണ്. നമുക്ക് പിന്നെ ആ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുമാത്രമല്ല ഇവിടെ അങ്ങനെ പരിപാടിയൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ കേട്ടോ, ആ ഒരു വൈബിന് പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ അത് ആരും വളച്ചൊടിക്കാൻ പോയേക്കല്ലേ. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് 3 അവിടെ നിന്നിട്ട് അതൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴോട്ട് കയറി നമുക്കൊരു 2.5 മണിക്കൂറോളം, ഒരു 1.5-2 മണിക്കൂറോളം എനിക്ക് തോന്നുന്നു ട്രക്കിങ് ആണെങ്കിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയും വോയിസ് രണ്ടാമത് റെക്കോർഡ് ചെയ്യാം കേട്ടോ. ഞാൻ ശരിക്കും കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചായിരുന്നു റെക്കോർഡ് ചെയ്യേണ്ട ഈ ഓൺ വോയിസ് ആയിട്ട് പറഞ്ഞ് തന്നെ അതങ്ങ് എഡിറ്റ് ചെയ്തിട്ടാണ്. ബട്ട് എന്തോ
നിർഭാഗ്യവശാൽ സാമാനം കിട്ടിയില്ല കേട്ടോ. ഞാനിത് റെക്കോർഡ് ചെയ്തൊന്നും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ ജസ്റ്റ് ഞാൻ വീണ്ടും റെക്കോർഡും കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നടന്നപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആനയുടെ ചെറിയൊരു കരച്ചിലും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അപ്പോൾ അതേ ആ ഒരു ത്രില്ല് ഞാൻ അവിടെ നിൽക്കുവാണ്. ആനയെ കാണണം. പുള്ളി പറഞ്ഞു പോരാം, കുഴപ്പമില്ല, സീനില്ലെന്ന് പറഞ്ഞു. നമ്മൾ കയറിയപ്പോൾ തൊട്ടൊരു മലയണ്ണാൻ ഭയങ്കര ഇതാട്ടോ, കരച്ചിലാണ്. അപ്പം പുള്ളി പറഞ്ഞത് അത് സിഗ്നൽ കൊടുക്കുവാണ് നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഏതെങ്കിലുമൊക്കെ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ ആ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയതാണ് അത്യാവശ്യം കാടിൻ്റെ ഒരിത്. പക്ഷെ നല്ല രസമാട്ടോ. വെളുപ്പിനെയും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി മടുക്കത്തുമില്ല. ഓക്കെ, നല്ല ക്ലൈമറ്റുമാണ്. നമുക്ക് വേർക്കത്തുമില്ല കേട്ടോ. ഈ തണുപ്പും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വേർക്കത്തും കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ കാടിലോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ളിലോട്ട്. അപ്പം പുള്ളി പറഞ്ഞു അത് ഞാൻ വീട്ടിൽ പറഞ്ഞുതരാം. അപ്പോൾ അതെ നീ പോണ വഴിയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയാണ്. അതെ നമ്മൾ ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ തെന്നിക്കിടക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ 2 പ്രാവശ്യം തെന്നിയായിരുന്നു, വീണില്ല ഭാഗ്യത്തിന്. നനഞ്ഞ കിടക്കുന്നത് കൊണ്ടും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോന്നിട്ടുണ്ട്. ഓക്കെ, പനി ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്ന ഒച്ചയെല്ലാം കുറച്ച് ഇതായിട്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞാൻ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളങ്ങ് പോവാണ്. അപ്പത്തേ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഒരു മരം കണ്ടത്. അപ്പം ഈ ഒരു നിങ്ങൾക്ക് സൂക്ഷ്മമൊക്കെ കാണാൻ ഒരു പാടും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒരു വെട്ട് പോലെ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ മ്ലാവ് ഞാൻ നേരത്തെ കാണിച്ചതില്ലേ മ്യൂസിയത്തിൽ ഒരെണ്ണത്തിൻ്റെ തല. ഈ മ്ലാവ് എന്ന് പറഞ്ഞ സാധനം വന്ന് അവിടെ കുത്തുന്നതാണ് നമ്മുടെ ഗൈഡും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ. അപ്പം നമ്മളത് അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താവും എന്തോ. ഓക്കെ, ഇതിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കി തരണം. ആ വഴി ഒരു ആനയുടെ ഒരു റൂട്ടാണെന്നാണ് പറഞ്ഞത്. ആന മിക്കപ്പോഴും ഇറങ്ങി വരുന്നതെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഓക്കെ, ഫോറസ്റ്റിലോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഓരോ ബേഡ്സിൻ്റെ ആണെങ്കിലും നല്ല സൗണ്ടും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു അടിപൊളി വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്ന കേട്ടാൽ ഇതിൻ്റെ ഈ മണ്ടയിൽ വേഴാമ്പൽ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്. ഓക്കെ, അതിൻ്റെ കാര്യം പുള്ളി പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് ശരിക്കും ഈ കാര്യങ്ങളെല്ലാം തോന്നിയിട്ടുണ്ട്. അടിപൊളി ഒരു പക്ഷിയാണ്. അതിൻ്റെ ശബ്ദം കേൾക്കണം കേട്ടോ. അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാകും. നമ്മൾ ഈ ഫ്ലൈറ്റും ഹെലികോപ്റ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് സൗണ്ടാണ്. അത് കാണേണ്ട തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ആ വേഴാമ്പലിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു മാന്തുന്നുണ്ടല്ലോ, ജസ്റ്റ് ഈ ഇങ്ങനെ പുള്ളി പറഞ്ഞ ജസ്റ്റ് ഈ നമ്മുടെ ലെപ്പേഡ് ഉണ്ടല്ലോ, പുലിയും കാര്യങ്ങളെല്ലാം മാന്തുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ ജസ്റ്റ് ഇവരുടെ ഓരോ ഇതിൽ പെരിയാർ ടൈഗർ റിസർവും കൂടി ആയതുകൊണ്ട് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടം പോലെ മൃഗങ്ങൾ കാണും. പുലിയാണ് ഒരു 10-30 മേളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഓരോരുത്തരുടെ ഡെസ്റ്റിനേഷൻ ഓരോരുടെ ടെറിട്ടറി ആണെന്നുള്ള ഇതിൽ മാർക്ക് ചെയ്യുന്നതാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉൾക്കാട്ടിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആനയുടെ കേൾക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ വേഴാമ്പലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വേഴാമ്പൽ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞതനുസരിച്ച് ഈ 2 പക്ഷി അതൊരു പെയറാണ്. അവരും എപ്പം എഗ്ഗ് മുട്ടയിട്ടാലും ഒന്നായിരിക്കും എപ്പോഴും വരാറ്. പിന്നെ റെയറായിട്ടാണ് 2 എഗ്ഗൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇതിൻ്റെ പെയർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെയുള്ള ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് അടുത്തുനിന്ന് സൂസൈഡ് എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ മനുഷ്യന്മാർ പോലും ഇങ്ങനെയല്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾ മരിച്ചല്ലേ വേറെ എന്തെങ്കിലും നമ്മൾ അടുത്തൊക്കെ ഇല്ലാണ് കഴിഞ്ഞു. ബട്ട് ഈ ബേഡ്സ് എന്നൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇതായി പോട്ടോ. കാരണം അത്ര നല്ലൊരു പക്ഷി. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. എന്നെക്കൊണ്ടൊരു പരിധി വരെയുള്ളൂ ഇത് എക്സ്പ്ലെയിൻ ചെയ്താലേ വീഡിയോ വഴി കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ട് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴി ആ ചേട്ടൻ നമ്മുടെ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എന്നാ ചെടിയ, ഇതാണ് നമ്മുടെ കാട്ടിലെ മറ്റേത്, അതിൻ്റെ പേര് മറ്റേ കറിക്കകത്തൊക്കെ ഇടുന്ന കറിവേപ്പില. ഓക്കെ, പെട്ടെന്ന് കിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പം അതെല്ലാം മണത്തോക്കി നല്ല മണം, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. ഇതും ഈ പുലിയും കാര്യങ്ങളൊക്കെ മാന്തുന്നതാണ് പറഞ്ഞത്. ഇതിൻ്റെ മണ്ടേ കയറിയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എല്ലാം കണ്ടത് കാട്ടിലെ ചെടികളെല്ലാം കാണിച്ച് നമ്മൾ നടക്കുക. അപ്പോൾ വേറെ സ്ഥലത്ത് ചെന്നപ്പോൾ വീണ്ടും അതുപോലത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉൾക്കാട്ടിലോട്ട് ഇറങ്ങി പോവുകയാണ്. ഞാൻ നേരത്തെ ആ മേളിൽ ആ ഒരു ഇത് കാണിച്ചില്ലേ, അപ്പോൾ ഈ തടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ നല്ല ഫോറസ്റ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വഴി നൈസായിട്ടൊന്ന് കുനിയാൻ നോക്കിയതാണ്. അവിടെ ചെറുതായിട്ടൊന്ന് ഇരുന്ന് പോയി വീഡിയോ എടുത്തോണ്ട് വന്നിരുന്നോണ്ട് ഗ്രിപ്പിട്ട് തെന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
വീണ്ടും വീണ്ടും ഇറങ്ങി പോവാണ്. അങ്ങനെ ഈ വഴി വന്നപ്പോൾ എനിക്ക് തോന്നിയത് സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ മൂവിയിൽ ജസ്റ്റ് ലൈക്ക് ഇതുപോലെ ഒരു നല്ല ഇതിലാണ് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മൾ നടന്നത് പുള്ളി വേറൊരു കാര്യം കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതെ, ഈ ഒരു മരം കണ്ട്, ഈ മരത്തേൽ ചെറിയ ചെളിയും കാര്യങ്ങളും ഇത് ഈ ആന വന്ന് തട്ടുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കാലയിൽ അട്ടയും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അതിനെല്ലാം തട്ടി കളഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉള്ളിലോട്ട് പോകും തോറും നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരത്തിലെല്ലാം ജസ്റ്റ് സ്ക്രാച്ച് വരുന്നത് ഇതുപോലെയുള്ള ആനിമൽസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ വഴി പോണ ഈ സൈഡിൽ ഓരോ വഴിയും ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് പുള്ളി. ആന ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. പിന്നെ ആന ഇറങ്ങിയാൽ പോലും നമ്മൾ ഒത്തിരി ഇതാവാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ പാനിക്കാവരുത്, ജസ്റ്റ് അതിനെ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. നമ്മൾ നൈസായിട്ട് പുറോട്ട് മാറിയിരിക്കുക. അപ്പം പുള്ളി ഒരു സാധനം പറിക്കാൻ പോയപ്പം നമ്മൾ അടുത്ത് എന്താണെന്നുള്ള ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഈ കറിക്കകത്തൊക്കെ ഇടുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കറുവാപ്പട്ട എന്ന് പറഞ്ഞ സാധനം, ഒറിജിനൽ കറുവാപ്പട്ട. ഓക്കെ, ഞാൻ ഇതിലൊന്നും മണം എനിക്ക് അത്ര പിടിക്കത്തില്ലാത്ത, പക്ഷെ ഈ സാധനം മണത്തിട്ട് എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല, നല്ല പക്കാ മണം. അങ്ങനെ പുള്ളി നമുക്കതെല്ലാം മണക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ഞാനും മണത്ത് നോക്കി. മണക്കാൻ എടുത്തപ്പോഴത്തേക്ക് കയ്യിലൊരു ചെറിയ അട്ട പോലത്തെ ഒരു സാമാനം കയറിയിട്ടുണ്ട്. അതിനെ തട്ടിക്കളയണം. അങ്ങനെ നമ്മൾ അതിനെ തട്ടി കളഞ്ഞിട്ട് ജസ്റ്റ് സംഭവം അതെല്ലാം മണത്ത് നോക്കി. എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വീണ്ടും നടന്ന് നമുക്ക് സാധാരണ ഈ അട്ടയും കാര്യങ്ങളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു വേനെടുക്കും. ബട്ട് ഇത് നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വലിച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് പോകണമെങ്കിൽ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ അട്ട പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കുറച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു മലയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടാ ഇങ്ങനെയൊരു സംഭവം. പുള്ളി ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് നല്ല അട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഇവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാണ് പോയത്. ഓക്കെ, ഒന്നും പറയാനില്ല, ഇവിടെ വന്നു നിന്നാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഞാൻ എത്ര പറഞ്ഞു തന്നാലും എനിക്ക് മനസ്സിലാകത്തില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതേപ്പോൾ നമ്മുടെ ചേട്ടൻ കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കുടിച്ചു. എന്നിട്ട് ഇവിടെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ പുള്ളി ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാണ്. ഓക്കെ, പുള്ളി പറയുന്നതല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വോയിസും കാര്യങ്ങളെല്ലാം ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഒറിജിനൽ ഓഡിയോ ഇടാത്ത. ഇതെല്ലാം കണ്ടുപഠിച്ചിട്ട് പുള്ളി പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാം കേട്ട് ഇതായിട്ട് നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്കാണ് വീണ്ടും ഒരു ആനയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളതും നോക്കിയിട്ട് വീണ്ടും നടക്കാൻ ആയിട്ടുള്ള പ്ലാനിൽ നിൽക്കുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാൻ തെളിഞ്ഞ് വരുന്നതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല കോടയായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം പതുക്കെ പെട്ടെന്ന് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റും നമ്മളിപ്പോൾ നിൽക്കുന്ന കൂടുതലൊരു സ്ഥലമാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ഞാൻ ഒന്നാമത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നിടത്ത്. ഒന്നുമില്ല, നല്ല മായ്ച്ചള. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നിടത്ത് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചത് ആ പറക്കുന്ന ആ ഒരു വെള്ള കളർ സാധനം ഉണ്ടല്ലോ, അതാണ് ഈ വേഴാമ്പൽ എന്ന് പറഞ്ഞത്. അത് ഫുള്ളായിട്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അത്യാവശ്യം കോട ഉണ്ടായിരുന്നുകൊണ്ട് ക്ലിയർ ആണ്. ഇപ്പോൾ ഇവിടുത്തെ കോടയും കാര്യങ്ങളെല്ലാം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റെസ്റ്റ് പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മല കയറാനുള്ള പ്ലാനിങ്ങിലാണ്. എന്നിട്ട് അടുത്ത മല കയറി നമ്മൾ പോവാണ്. ഇനി കയറി ചെല്ലുന്നിടത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ നടന്ന് കയറി വന്നത് ശബരിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ ഫോറസ്റ്റിനകത്ത്. അപ്പം ഇവർ പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശബരിമല കാണാന്നുള്ള രീതിക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം മാക്സിമം. ഇവിടുന്നും വലിയ രീതിയിൽ കാണാൻ പറ്റില്ല, കോടയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നപ്പോഴാണ് കുറച്ച് 2-3 ഫാമിലീസ് ഇത് ട്രക്കിങ്ങിനായിട്ട് വന്നേക്കണേ. ഇവർ പുല്ലും കാര്യങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്നു. അപ്പോൾ ഇവരുടെ കാര്യം ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് ഈ ഫോറസ്റ്റിനകത്ത് കുറച്ച് ഫാമിലീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രൈബ്സ് ആണെങ്കിലും നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും. അപ്പം അങ്ങനെ അവരുടെ പശുക്കളാണ്. അവരിങ്ങനെ സമയത്ത് പുറത്തിറങ്ങി ഇങ്ങനെ തീറ്റ തിന്നും, എന്നിട്ട് തിരിച്ചു കയറും. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നല്ല പെട്ടെന്ന് കോട കയറിയിട്ടുണ്ട് വീണ്ടും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് പോരുവാണ്. ഇവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോരുവാണ് കേട്ടോ. ഇതിപ്പം എൻ്റെ ഈ നോർമൽ ഫോൺ ആയതുകൊണ്ട് എനിക്ക് വലിയ കാര്യത്തിൽ ഇത്
കാണുമ്പോൾ വലിയ സുഖം തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോണിലെ ക്യാമറ ലെവലിൽ എടുക്കുവായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. അപ്പോൾ ഉള്ള ക്ലാരിറ്റി എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ട്രക്കിംഗ് ആണെങ്കിൽ ഏകദേശം ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങി നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മല കയറി ഇറങ്ങി, രണ്ടാമത്തെ മല കയറി, മൂന്നാമത്തെ മല കയറി, ശബരിമല വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കണ്ടു. എന്നിട്ട് ഇപ്പം അടുത്ത ഇതിലോട്ട് ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ അത് ഈ വേഷം കാണാൻ നിങ്ങൾ വിചാരിക്കും ഇവിടെ പണിയെടുക്കാൻ വന്ന പണിക്കാരനാണെന്ന്. പക്ഷേ ശരിക്കും പണിക്കാരനല്ല, ഞാനാണ്. തണുക്കാണ്ടിരിക്കുക നമ്മൾ ഹുഡിയും കാര്യങ്ങളെല്ലാം ഇട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അങ്ങനെ അതെല്ലാം ഇട്ടതേ നമ്മൾ ഇവിടുന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക, റോഡെത്താറായി. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആനയെ കാണണമെന്ന് കാട്ടിലെ. അങ്ങനെ കുറേ ഇത്രയും നടന്നിട്ട് നമുക്ക് ഒച്ച അല്ലാണ്ട് ഒരു സാമാനത്തെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം വല്ലാണ്ട് ഇതായിപ്പോയി. പക്ഷെ പെട്ടെന്നൊരു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ആന കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കണം കണ്ടു. പെട്ടെന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല. പുള്ളി പറഞ്ഞു നമ്മൾ ആനയെ കാണുന്നതിന് മുമ്പ് ആന നമ്മളെ കാണും, സോ അതുകൊണ്ട് ഇത് റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡാണ്. ഓക്കെ, ബ്രെഡ് ജാമുണ്ട്, ഇഡലി, അതല്ല ചമ്മന്തി, ഉപ്പുമാവ്, പഴം, പിന്നെ ഒരു മുട്ട. ഓക്കെ, ഇതെല്ലാം കഴിച്ചിട്ട് ഇനി കാണാം. പിന്നെ മറ്റേ കളറുള്ള ചമ്മന്തി ഉണ്ട്, കഴിക്കുന്നുണ്ട്. ഇത് ഫുൾ മിക്സ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇപ്പം തന്നെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ഒരു പാർട്ടും കൂടെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അത്യാവശ്യം വോയിസും കാര്യങ്ങളെല്ലാം ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊന്നും കേൾക്കത്തില്ല. കുറേ സൗണ്ട് മാത്രം കേട്ടിട്ടുണ്ട് കാട്ടിൽ. അപ്പം ജസ്റ്റ് അതെല്ലാം പ്ലേ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.